കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഏത് ജില്ല? കാസർഗോഡ്. ഏത് വില്ലേജ്? പള്ളിക്കര. എന്താണ് പ്രത്യേകത? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണികൾ എന്നിവയെല്ലാം ഉണ്ട്. ഇപ്പോൾ ബേക്കൽ കോട്ടേൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേക്കൽ കോട്ട നമ്മൾ കഴിഞ്ഞ ഒരു സ്ലൈഡിൽ ചന്ദ്രഗിരി കോട്ട എവിടെയാണ്? കാസർഗോഡ് തന്നെയാണ്. അപ്പോൾ ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട കാസർഗോഡാണ്. ബേക്കൽ കോട്ട ഏത് വില്ലേജിലാണ്? പള്ളിക്കര വില്ലേജിലാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കോട്ടകളും കൊട്ടാരങ്ങളും ഒരുപാടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ് ഈ കൊടുത്തിട്ടുള്ളത്. വിദേശ സഞ്ചാരികളുടേതാണ്. അവരുടെ ദേശം അല്ലെങ്കിൽ രാജ്യമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. മെഗസ്തനീസ് ദേശം ഏതാണ്? ഗ്രീസ്. ഈ പേരിൽ നിന്ന് കിടക്കുക. മെഗസ്തനീസ്, ഗ്രീസ്, അങ്ങനെ കണക്ട് ചെയ്യുക. സുലൈമാൻ അബ്ദുൾ റസാഖ്, അവർ പേർഷ്യക്കാരാണ്. സുലൈമാൻ അബ്ദുൾ റസാഖ് പേർഷ്യക്കാരാണ്. അതുപോലെ മാർക്കോ പോളോ, നിക്കോളോ കോണ്ടി, ഇവരുടെ സ്ഥലം വെനീസാണ്. മാർക്കോ, നിക്കോളോ, ഈ ഒരു സൗണ്ടിൻ്റെ വെച്ചിട്ട് കണക്ട് ചെയ്യുക. മാർക്കോ പോളോ, നിക്കോളോ കോണ്ടി, വെനീസ്. ഇനി ഇബ്നു ബത്തൂത്ത, മൊറോക്കോ ആണ്. ഇബ്നു ബത്തൂത്ത, മൊറോക്കോ. മാഹ്വാൻ, ചൈന. അത് നമുക്ക് ആ ഒരു പേരിൽ നിന്ന് കിട്ടുമല്ലോ. ചൈനയിൽ ഒരുവിധം എല്ലാത്തിൻ്റെയും സൗണ്ടൊക്കെ ഇതേപോലെ തന്നെയാണ്. മാഹ്വാൻ, ചൈന. പോർച്ചുഗലിൽ ആരാണ്? ബാർബോസ. പോർച്ചുഗലിലെ ബാർബോസ. അപ്പോൾ മെഗസ്തനീസ് ഗ്രീസ്, സുലൈമാൻ അബ്ദുൾ റസാഖ് പേർഷ്യക്കാരൻ, മാർക്കോ പോളോ, നിക്കോളോ കോണ്ടി വെനീസ്, ഇബ്നു ബത്തൂത്ത മൊറോക്കോ, മാഹ്വാൻ ചൈന, ബാർബോസ പോർച്ചുഗൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. ഇപ്പം നമ്മൾ നോക്കിയത് ചരിത്ര സ്മാരകങ്ങളും അതുപോലെ തന്നെ നാണയം കൊട്ടാരം ചരിത്രവുമായി റിലേറ്റ് ചെയ്താൽ നമുക്ക് പ്രാദേശിക ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. പ്രാദേശിക നിരീക്ഷണം. പ്രാദേശിക ചരിത്ര രചന ചെറിയൊരു പ്രദേശത്തിൻ്റെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മ പഠനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രദേശത്തിൻ്റെ സൂക്ഷ്മവശങ്ങൾ തിരിച്ചറിയാൻ പ്രാദേശിക നിരീക്ഷണം നമ്മെ സഹായിക്കുന്നു. ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശം, അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രാദേശിക നിരീക്ഷണം, ആ ഒരു പ്രാദേശിക രചന തയ്യാറാക്കണമെങ്കിൽ, ചരിത്രം തയ്യാറാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? അവിടുത്തെ ആഹാരം എങ്ങനെയാണ്, വസ്ത്രം എങ്ങനെയാണ്, പാർപ്പിടം എങ്ങനെയാണ്, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭാഷ, സാഹിത്യം, കല, വിനോദം, സഞ്ചാരം, വാർത്താവിനിമയം, ഇതെല്ലാം, ഈ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഒരു പ്രാദേശിക ചരിത്രം റെഡിയാക്കുന്നത്. പ്രാദേശികമായി നിരീക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ടാണ് ഒരു പ്രാദേശിക ചരിത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സ്ഥലനാമ ചരിത്രം. ഇപ്പോൾ ഇവർ തന്നിട്ടുള്ളത് കോഴിക്കോടിന് എങ്ങനെ ആ ഒരു പേര് കിട്ടിയെന്നാണ്. ശരിക്കും പറഞ്ഞാൽ കോയിൽ എന്നും കോട്ട എന്നുമുള്ള രണ്ട് പദങ്ങൾ ചേർന്നാണ് കോയിൽ കോട്ട എന്നായിരുന്നു പഴയ പേര്. കോഴിക്കോടിൻ്റെ പേര് കോയിൽ കോട്ട. കോയിൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം എന്നാണ് അർത്ഥം. കോയിൽ എന്ന് പറഞ്ഞാൽ കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരം എന്നാണ് കോയിൽ കോട്ട എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. കോയിൽ കോട്ട എന്ന് പറഞ്ഞാൽ കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരം എന്നാണ്. ഓക്കെ, പിന്നെയാണ് അത് കോഴിക്കോട് എന്നായി മാറിയത്. അപ്പോൾ ആ ഒരു പേരൊക്കെ കോയിൽ കോട്ട. കോഴിക്കോടിൻ്റെ പഴയ പേരെന്താണ്? കോയിൽ കോട്ട. ഓർമ്മകൾ അല്ലെങ്കിൽ വാമൊഴി എന്താണെന്ന് നോക്കാം. നേരനുഭവങ്ങളുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് വാമൊഴി ചരിത്രങ്ങൾ. അതായത് പ്രാദേശിക ചരിത്രരചന നടത്താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകൾ ശേഖരിക്കുക ഏറെ പ്രധാനമാണ്. ആ പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, വസ്ത്രധാരണ രീതി, രുചിശീലങ്ങൾ തുടങ്ങിയ ചരിത്ര പ്രധാനമായിട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ പറ്റും. അപ്പോൾ അതായത് നമ്മൾ പ്രായമുള്ള ആളുകളോടൊക്കെ ചോദിക്കും, പണ്ട് എങ്ങനെയായിരുന്നു, നിങ്ങൾ ഫുഡ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ നടന്നിരുന്നത്, ഇതൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ അവർ നമ്മളോട് പറയും, ഞങ്ങൾ പണ്ട് ഇന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരുപാട് നടന്നിട്ടാണ് ഇന്ന സ്ഥലത്ത് പോയത്, ഞങ്ങളുടെ പണ്ടത്തെ വസ്ത്രം ഇതാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതാണ് വാമൊഴി എന്ന് പറയുന്നത്. അവരൊക്കെ നേരിട്ട് അനുഭവിച്ച ആളുകളാണല്ലോ. അപ്പോൾ അതാണ് വാമൊഴി എന്ന് പറയുന്നത്. കുടുംബ ചരിത്രം. കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്ര രചനയിൽ പ്രാധാന്യം അർഹിക്കുന്നൊരു സാഹിത്യ സ്രോതസ്സാണ്. ഒരു ഗ്രാമത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠത ഉറപ്പാക്കി ശേഖരിക്കുക എന്നത് പ്രാദേശിക ചരിത്ര അന്വേഷകൻ്റെ കടമയാണ്.
ഇതൊക്കെ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ് കേട്ടോ, നമുക്ക് കാണാതെ പഠിക്കാനുള്ളതൊന്നുമല്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, അതാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഔദ്യോഗിക രേഖകൾ എന്നുള്ളൊരു ടോപ്പിക് നോക്കാം. ഉപ്പു നിയമം ലംഘിച്ചു. 1930 മെയ് 17 വൻ ജലാവലിയുടെ നേതൃത്വത്തിൽ 27 സ്ഥലങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഉപ്പു നിയമം ലംഘിച്ചു. അപ്പോൾ എപ്പോഴാണ്? 1930 മെയ് 17 27 സ്ഥലങ്ങളിലായിട്ടാണ്. കോഴിക്കോട്ടെ ഗുജറാത്തി നിവാസികൾ താൽപ്പര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും വന്ന സത്യാഗ്രഹ വളണ്ടിയറും കൂടെ ചേർന്നു. കടൽവെള്ളം വറ്റിച്ച് ഉപ്പുമായി നിയമലംഘനങ്ങൾ, ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്വാതന്ത്ര്യ സമര പതാക പോലീസിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് പി കൃഷ്ണപിള്ളയും അബ്ദുറഹ്മാൻ സാഹിബും ഐതിഹാസികമായി പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അത്രയുമാണ് ആ ഒരു ബോക്സിൽ കൊടുക്കുന്നത്. നമ്മൾ ഔദ്യോഗിക രേഖകൾ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നോക്കാം. സെൻസസ് റിപ്പോർട്ടുകൾ, ഗസറ്റ് രേഖകൾ, കോടതി രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, നികുതി രേഖകൾ, പോലീസ് റിപ്പോർട്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ, ഇതെല്ലാം ഔദ്യോഗിക രേഖകളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ചരിത്രം കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ എന്താ പറയുക ഓർമ്മകൾ, അതല്ലെങ്കിൽ കുടുംബചരിത്രം, പണയരേഖകൾ, ഔദ്യോഗിക രേഖകൾ, ഇതെല്ലാം പ്രാദേശിക ചരിത്ര രചനയ്ക്ക് വേണ്ടിയുള്ള സ്രോതസ്സുകളാണ്. ഇനിയും ഇതിൻ്റെ പോയിൻറ്റ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കാം. നമ്മൾ ഔദ്യോഗിക രേഖകളെ പറ്റി പറഞ്ഞില്ലേ, അതായത് ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ നടന്ന സമരങ്ങൾ, കലാപങ്ങൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് കോടതി രേഖകളിലൂടെയാണ് കേട്ടോ. ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ സമരവും കലാപമൊക്കെ കോടതി രേഖകളിലൂടെ കിട്ടും. ഇനി ഒരു പ്രദേശത്തിലെ ജനസംഖ്യ, ജനവിഭാഗമൊക്കെ മനസ്സിലാക്കണം എങ്ങനെയാണ്? സെൻസസ് രേഖയിലാണ്. നമ്മൾ സെൻസസ് എടുക്കൂലേ, അപ്പോൾ ആ ഒരു പ്രദേശത്തെ ജനസംഖ്യനെയൊക്കെ പറ്റി അറിയുന്നത് അങ്ങനെയാണ്. അതുപോലെ പണയരേഖകൾ, ആധാരങ്ങൾ. പണയരേഖകളും ആധാരങ്ങളും പ്രാദേശിക ചരിത്രരചനയ്ക്ക് മുതൽക്കൂട്ടാണ്. ഇവയിൽ നിന്നും വ്യക്തി വിവരങ്ങൾ, സ്വകാര്യ സ്വത്തുക്കൾ, ഇതൊക്കെ കിട്ടും. അപ്പോൾ കോടതി രേഖയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബ്രിട്ടീഷ് കോളനി വാഴ്ചയിലെ സമര കലാപങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ സെൻസസിൽ നിന്നും ജനസംഖ്യ, ജനവിഭാഗം എന്നിവയുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. പണയരേഖകൾ, ആധാരങ്ങളിലൂടെയൊക്കെ നമുക്ക് വ്യക്തി വിവരവും സ്വകാര്യ സ്വത്തുക്കളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് നാണയങ്ങളെ പറ്റി നോക്കാം. നാണയങ്ങൾ ഒരു പ്രധാന ചരിത്ര സ്രോതസ്സാണ്. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക, ശാസ്ത്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് പറയുന്നു. നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ് നാണയശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ്, അങ്ങനെ പല പേരുകളിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ അറിയപ്പെടുന്നത്. ഒരു സ്ലൈഡ് ചേഞ്ച് ചെയ്ത് വന്നതാണ് കേട്ടോ ഈ നാണയം എന്ന് പറയുന്നത്. സ്ലൈഡിലൊരു വ്യത്യാസം വന്നതാണ്. എന്തായാലും ആ ചാപ്റ്ററിൽ തന്നെ പോർഷനാണ്. ഇനി നമുക്ക് നോക്കുന്ന ഒരു പ്രധാന സ്രോതസ്സുകൾ നാട്ടറിവ്, പാട്ട്, ആചാരാനുഷ്ഠാനങ്ങൾ, കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു ഉണ്ണുനീലി സന്ദേശത്തിൽ എന്തിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്? നെൽവിത്തിനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നോക്കാം. കൂരൻ, ചോഴൻ, പഴവരി, കുറക്കൊങ്ങണം, വെണ്ണക്കണ്ണൻ, മോടൻ, കാടൻ, കുറുവ, കൊടിയൻ, പങ്കി, പൊങ്കാളി, ചെന്നൽ, ആനക്കോടൻ, കിളീറ, കനങ്ങാരിയൻ, വീരവിത്തൻ, കാണാൻ മറ്റും പലവിധമുടൻ, നെല്ലു കല്യാണ കീർത്തെ, ഇതെല്ലാം പ്രാദേശിക നെൽവിത്തിനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പുരാരേഖകൾക്കും ചരിത്ര സ്മാരകങ്ങൾക്കും പുറമെ സ്മരണകളും, പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, കഥകൾ, നാട്ടുവാഖ്യാനം, ക്ഷണക്കത്ത്, ഇതൊക്കെ സ്രോതസ്സുകളായിട്ട് എഴുതുന്ന ചരിത്രമാണ് പ്രാദേശിക ചരിത്രം. നമ്മൾ വീണ്ടും വീണ്ടും പ്രാദേശിക ചരിത്രത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക ചരിത്രത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഭൂപ്രകൃതി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പ്രാദേശിക ചരിത്ര പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തിൻ്റെ കൃത്യമായ ഭൂമിശാസ്ത്ര അതിരുകൾ, പ്രകൃതിദത്ത പ്രത്യേകതകൾ, അതായത് കുന്ന്, നദി, തണ്ണീർത്തടം എന്നിവ ചരിത്ര രചനയിൽ ഉണ്ടായിരിക്കണം. ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പോൾ ഭൂപ്രകൃതി പറഞ്ഞു. ഇനി നമുക്ക് ചരിത്ര സ്മാരകങ്ങൾ, പ്രദേശത്തെ ആവാസ കേന്ദ്രങ്ങൾ, മഹാശിലകൾ, ശിലാലിഖിതങ്ങൾ, കോട്ടകൾ, ആരാധനാലയങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കണം. ഇതുമായി റിലേറ്റ് ചെയ്ത് പ്രദേശത്തെ ഉപജീവനം, പ്രദേശത്തെ പ്രധാന കൃഷി എന്താണ്, കൈത്തൊഴിൽ എന്താണ്, വാണിജ്യ കേന്ദ്രങ്ങൾ, ആതുര ശുശ്രൂഷ, വൈദ്യം എന്നിവയെക്കുറിച്ചിട്ടുള്ള സൂചനകളൊക്കെ ഉണ്ടായിരിക്കണം. അതിജീവന മാതൃകകൾ, പേമാരി, വരൾച്ച, പകർച്ചവ്യാധി, ദാരിദ്ര്യം, പിന്നെ കുടിയിറക്കൽ തുടങ്ങിയ പ്രദേശങ്ങളെ പ്രതിരോധിച്ചതിൻ്റെ വിശകലനം, അവിടെ എങ്ങനെയൊക്കെയാണ് അതിജീവനം ഉണ്ടായത്, അക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ സാംസ്കാരിക സ്ഥാപനങ്ങൾ, പ്രദേശത്തെ വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, വായനാശാലകൾ, ഇതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഒരു പ്രാദേശിക ചരിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം.
അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഭൂബന്ധങ്ങളാണ്. പ്രദേശത്തെ കാർഷിക ബന്ധങ്ങൾ, ജന്മി സമ്പ്രദായം, പഴയ സ്ഥിതി വിവരക്കണക്ക് എന്നിവയെക്കുറിച്ചുള്ള, അതായത് ഭൂമിയുമായി റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഉപജീവനം നോക്കി, ഭൂബന്ധങ്ങളൊക്കെ നോക്കി. ഇനി ദേശീയബോധം, പ്രദേശത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനം, ദേശീയ വ്യക്തിത്വങ്ങൾ എന്നിവ പ്രതിപാദിക്കാം. ഒരു ഏരിയയിലൊക്കെ ഇന്ന രാഷ്ട്രീയ പാർട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസനവും, പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്രാദേശിക ചരിത്ര രചനയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഗ്രന്ഥസൂചിക എന്ന് പറയുന്നത്. നമുക്ക് ഒരുപക്ഷെ ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഗ്രന്ഥസൂചിക എന്നായിരിക്കും. ഗ്രന്ഥസൂചി എന്താണെന്ന് നോക്കാം. ചരിത്രരചനയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്രന്ഥസൂചി. ചരിത്രരചനയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ചരിത്രരചനയ്ക്കായി ഉപയോഗിച്ച എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണിത്. പഠനത്തിൻ്റെ അവസാന ഭാഗത്താണ് ഗ്രന്ഥസൂചി നൽകുന്നത്. അതായത് നമുക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടി, അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്രോതസ്സുകളുടെ കാര്യങ്ങളും വിശദാംശങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പട്ടികേനെയാണ് ഗ്രന്ഥസൂചി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രാദേശിക ചരിത്രത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കി. ഇനി ഇതിനൊരു ഓർഡർ ഉണ്ടായിരിക്കും അല്ലേ, ഒരു ഘടന ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രാദേശിക ചരിത്രത്തിൻ്റെ ചരിത്ര രചനയുടെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു തലക്കെട്ട് വേണം, പിന്നെ ഒരു ഉള്ളടക്കം അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു പ്രസ്താവന, ഉള്ളടക്കം. മൂന്നാമത്തേത് സാക്ഷ്യപത്രം, പിന്നെ നന്ദി, പിന്നെ ആമുഖം, അധ്യായങ്ങൾ വേണം, ഉപസംഹാരം വേണം, പരാമർശങ്ങൾ, അതായത് അഭിമുഖത്തിൽ പങ്കെടുത്തവരുടെ പേര്, സന്ദർശിച്ച സ്ഥലം, സ്ഥാപനം, ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ അനുബന്ധങ്ങൾ, അതായത് ഫോട്ടോ, പാട്ട്, ചോദ്യാവലി, ഇതൊക്കെ ഉൾപ്പെടുത്തണം. പിന്നെ നമ്മൾ പറഞ്ഞ ഗ്രന്ഥസൂചി, അതായത് എല്ലാ സ്രോതസ്സുകളുടെയും വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു പട്ടികയും കൂടി ഈ ഒരു പ്രാദേശിക ചരിത്ര രചനയുടെ ഏറ്റവും അവസാനം ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയും ഉള്ളൂ. നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു ചാപ്റ്ററാണ്, അല്ലാതെ ഫുള്ളിങ്ങനെ കാണാതെ പഠിക്കാനുള്ളതല്ല. വായിച്ച് മനസ്സിലാക്കാനുള്ള ചാപ്റ്ററാണ്. മാക്സിമം നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശിക ചരിത്രവും എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ ചരിത്രത്തിൽ വരുന്ന കാര്യങ്ങൾ, നമ്മൾ നാണയങ്ങൾ നോക്കി, കൊട്ടാരങ്ങൾ നോക്കി, കോട്ടകൾ നോക്കി. പിന്നെ പ്രാദേശിക രചനയുടെ ഒരു ഘടന, ആദ്യം തലക്കെട്ട് വേണം, അതുപോലെ തന്നെ ഉള്ളടക്കം, തലക്കെട്ട്, ഉള്ളടക്കം, സാക്ഷ്യപത്രം കഴിഞ്ഞിട്ട് നന്ദി വേണം. നന്ദി പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും? ആമുഖം പറയും. പിന്നെ ആമുഖം കഴിഞ്ഞതിന് ശേഷം അധ്യായങ്ങൾ ഉൾപ്പെടുത്തും, പിന്നെ ഉപസംഹാരം, പിന്നെ പരാമർശിച്ചിട്ടുള്ള ആളുകൾ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ, അത് കഴിഞ്ഞിട്ടുള്ള ഗ്രന്ഥസൂചിക. ഇത്രയുമാണ് പ്രാദേശിക ചരിത്രരചനയുടെ ഘടന എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്നുള്ള ചാപ്റ്റർ ഇവിടെ തീരണയാണ്. ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്റർ, അടുത്തൊരു SCERT പുതിയ ചാപ്റ്റർ അടുത്ത വീഡിയോയിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കേരള ചരിത്രത്തിൻ്റെയും PYQ സീരീസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കാണാവുന്നതാണ്. SCERTൻ്റെ എല്ലാ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിവേ താങ്ക് യു സോ മച്ച്.